ക്ലീ 2024 എക്സാം എന്ന് നടക്കും, ക്ലീ 2024 എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും, നോട്ടിഫിക്കേഷൻ ഉടനെ വരുമോ എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ കേൾക്കുന്നുണ്ട്. അതുപോലെ ക്ലീ എക്സാം ജൂണിൽ ഉണ്ടാവുമോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം, ക്ലീ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി വരുത്തുന്ന രീതിയിലാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം തന്നെ ക്ലീ എക്സാം എന്താണെന്ന് ചെറിയൊരു ഇൻട്രഡക്ഷൻ പറയാണ്. ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, പക്ഷെ എന്നാലും +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് ക്ലീ എക്സാമിനെ കുറിച്ച് കേൾക്കുന്നവരൊക്കെ ഉണ്ടാകും. അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലീ എക്സാം എന്താണെന്നൊന്ന് പറഞ്ഞു പോകാം. ക്ലീ എന്ന് പറയുന്ന കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. നമ്മളുടെ കേരളത്തിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ക്ലീ. കേരളത്തിലെ 4 ഗവൺമെൻറ് ലോ കോളേജസിലേക്കും അതുപോലെ സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസിലേക്കുമുള്ള അഡ്മിഷന് വേണ്ടി നടത്തുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ക്ലീ. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. കാരണം നമ്മളുടെ കേരളത്തിലെ 4 ഗവൺമെൻറ് ലോ കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ കിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ പ്രൈവറ്റ് ലോ കോളേജസിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് അല്ലാതെ എടുക്കാം, പക്ഷേ മെറിറ്റിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ സാധിക്കൂ. അപ്പം അത്രത്തോളം ലോ കോളേജസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ എഴുതുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ക്ലീ. ഭയങ്കര ടഫാണെന്ന് ചോദിച്ചാൽ അത്ര വലിയ ടഫുള്ള എക്സാമിനേഷനൊന്നും അല്ല. നമ്മളൊരു കുറച്ച് ഒരു പ്രോപ്പറായിട്ട് ഒരു ടൈം ടേബിളൊക്കെ ആയിട്ട് കറക്റ്റായിട്ടൊന്ന് പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. പക്ഷേ നമ്മളുടെ ഒരുപാട് കുട്ടികൾ എഴുതുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ മറ്റ് ലോ എൻട്രൻസ് എക്സാമിനേഷൻ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്ലീ എക്സാമാണ് കൂടുതൽ കുട്ടികളും എഴുതുന്നത്. അതോടൊപ്പം തന്നെ അത്രയും ലോ കോളേജസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. എന്നാലും നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ച് പോയാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് ക്ലീ. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് എലിജിബിലിറ്റിയും കാര്യങ്ങൾ മാത്രം ഒന്ന് പറഞ്ഞു പോവാണ്. ക്ലീനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, എത്ര ലോ കോളേജസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, അത് ഏതൊക്കെ ലോ കോളേജസ് ആണ് എന്നുള്ള കാര്യങ്ങളും, പിന്നെ ആപ്ലിക്കേഷൻ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ വേണം എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പം നമുക്ക് ജസ്റ്റ് ക്ലീയുടെ ഒരു എലിജിബിലിറ്റി മാത്രം ഒന്ന് പറഞ്ഞു പോകാം. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം ക്ലീയുടെ ആപ്ലിക്കൻറ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 year LLB ഉണ്ട്, 5 year LLB ഉണ്ട്. അപ്പോൾ 3 year LLBക്ക് സെപ്പറേറ്റ് ക്ലീയുടെ സെപ്പറേറ്റ് എക്സാമും 5 year LLBക്ക് സെപ്പറേറ്റ് എക്സാമും ആണ്. അപ്പോൾ 3 year LLBക്ക് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങളുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായിരിക്കണം വിത്ത് 45% മാർക്ക്. അത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 45%, SC/BC ആണെങ്കിൽ 42%, SC/STക്ക് 40% മാർക്ക് മതിയാവും. 5 year LLBക്ക് ഏജ് ലിമിറ്റ് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് ഈ എലിജിബിലിറ്റിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അതായത് ഏജ് ലിമിറ്റിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണം. അപ്പോൾ ഇതുവരെയായിട്ട് നമുക്ക് മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല. മിനിമം ഏജ് ലിമിറ്റ് 17 years ആയിരിക്കണം. ആ വർഷം അഡ്മിഷൻ എടുക്കുന്ന വർഷം 17 years പൂർത്തിയായിരിക്കണം. അപ്പർ ഏജ് ലിമിറ്റ് നിലവിലില്ല. +2 പാസ്സാവണം വിത്ത് 45% മാർക്സ് ജനറൽ കാറ്റഗറി. SC/BC ആണെങ്കിൽ 42%, SC/ST ആണെങ്കിൽ 40%. ഇങ്ങനെയാണ് ക്ലീയുടെ. നിങ്ങൾക്ക് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു എലിജിബിലിറ്റി നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ. 3 year ആണെങ്കിൽ ഡിഗ്രി പാസ്സാവുക, 5 year ആണെങ്കിൽ +2. ഇത്രയേ ഉള്ളൂ ക്ലീനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനാണെങ്കിൽ. ഇതിനകത്ത് ഏതൊക്കെ ലോ കോളേജസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. കമ്മീഷണർ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നമ്മുടെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. നമ്മുടെ കീമൊക്കെ നടത്തുന്ന പോലെ ക്ലീ നടത്തുന്നതും CEE ആണ്. അപ്പോൾ CEയുടെ വെബ്സൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ വെബ്സൈറ്റിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ CE ഓഫീസിൽ നമുക്ക് നേരിട്ട് വിളിച്ചും ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യത്തിലായാലും എക്സാം നടത്തുന്ന കാര്യമായാലും എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന കാര്യമായാലും ഒക്കെ നമുക്ക് CEയുടെ ഈ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട്, അതിൽ നമുക്ക് വിളിച്ച് ചോദിക്കാം. ആ ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കും. അങ്ങനെ CE ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പോൾ നമുക്ക് ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരും എന്നുള്ളൊരു കാര്യം ആണ് അറിയാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞത് ജൂണിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നതെന്നാണ്. അതായത് ഇപ്പോൾ മെയ് മാസത്തിൽ എന്തായാലും ഉണ്ടാവില്ല, അപ്പോൾ ജൂണിലായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3-4 വർഷമായിട്ട് നമുക്ക് എക്സാം ഇപ്പോൾ ലാഗായിട്ട് ഓഗസ്റ്റിലും സെപ്റ്റംബറിലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നേരത്തെ നടക്കാനായിരുന്നു സാധ്യത, എന്നാലും ലേറ്റ് ആയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഇനിയും ജൂണിൽ വരും എന്നാണ് ഇപ്പോഴും നിലവിലും അറിയാൻ കഴിഞ്ഞത്. ചിലപ്പോൾ ജൂലൈയിലും ആകാൻ സാധ്യതയുണ്ട്, എന്നാലും ഇപ്പോൾ നിലവിൽ ജൂണിൽ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സാം നമുക്ക് ജൂലൈയിൽ പ്രതീക്ഷിക്കാം. ജൂലൈ, ഓഗസ്റ്റ് അതിൽ കൂടുതൽ പോകാൻ സാധ്യതയില്ല. എക്സാമിൻ്റെ നമുക്ക് കഴിഞ്ഞ 2 വർഷങ്ങളിൽ നോട്ടിഫിക്കേഷൻ വന്ന 1 മാസത്തിനുള്ളിൽ എക്സാം നടന്നിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെ കാണിക്കാം.
ഇത് 2023, അതായത് കഴിഞ്ഞ വർഷത്തെ 5 ഇയർ LLBയുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈ 12-നാണ്. അതായത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ജൂലൈ 12 മുതൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എക്സാം ഓഗസ്റ്റ് 6-ന് നടന്നു. ഒരു മാസം ഇല്ലായിരുന്നു എക്സാമിന് ഒരു മാസം കറക്റ്റ് കിട്ടിയിട്ടില്ല. ഓഗസ്റ്റ് 6-ന് നടന്നു. 3 ഇയർ LLB ജൂലൈ 13-ന് നോട്ടിഫിക്കേഷൻ വന്നു. ഓഗസ്റ്റ് 13-ന് എക്സാം നടന്നു. അപ്പോൾ ഒരു മാസം ഗ്യാപ്പ്. 2022 5 ഇയർ LLBയുടെ നോട്ടിഫിക്കേഷൻ വന്നത് ജൂലൈ 26, എക്സാം ഓഗസ്റ്റ് 27, ഒരു മാസം. അതുപോലെ 3 ഇയർ LLBക്ക് ജൂലൈ 27-ന് നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം നടന്നത് സെപ്റ്റംബർ ആണ്. അവിടെ ഒരു 2 മാസം ടൈം വന്നിട്ടുണ്ട്. പക്ഷെ അത്രയൊന്നും എപ്പോഴും പോകാറില്ല. എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടായിട്ടായിരിക്കും അങ്ങനെ ലാഗായത്, അങ്ങനെ ലേറ്റ് ആയിട്ടുള്ളത്. അത്രയും 2 മാസമൊന്നും അങ്ങനെ കിട്ടാറില്ല. ഒരു മാസം മാത്രമേ നമുക്കങ്ങനെ കിട്ടാറുള്ളൂ എല്ലാ വർഷവും. അതുപോലെ 2021 ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം നടന്നത് ഓഗസ്റ്റിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്രാവശ്യം ജൂണിൽ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ജൂലൈയിൽ എക്സാം നടക്കും. അല്ല എന്തെങ്കിലും കാരണവശാൽ നോട്ടിഫിക്കേഷൻ ലേറ്റ് ആവുന്നു എന്നുണ്ടെങ്കിൽ ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ ഓഗസ്റ്റിൽ എക്സാം നടക്കും. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് ഈ 2 മാസങ്ങളിൽ നമുക്ക് ഏതൊരു മാസവും പ്രതീക്ഷിക്കാം. അപ്പോൾ ജൂലൈയിൽ എക്സാം ഉണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം ഇപ്പോൾ നമുക്ക് 2 മാസം ഉണ്ട്, നല്ല സുഖമായിട്ട് പഠിക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് 2 മാസം കൊണ്ട് സിലബസ് എല്ലാം കവർ ചെയ്യാനും പറ്റും. അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടെലഗ്രാം ചാനൽ കൂടി ഉണ്ട്. ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ക്ലീയും അതുപോലെ ലോ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള നോട്ട്സും പിന്നെ മറ്റ് ടെസ്റ്റുകളും ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടാനായിട്ട് ആ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ്, ഇതുപോലത്തെ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ ആദ്യം ഞാൻ ടെലഗ്രാം ചാനലിൽ ആണ് ഇടുന്നത്. അപ്പോൾ നിങ്ങളത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇട്ട് വരുമ്പോൾ ലേറ്റ് ആവുന്നത് കൊണ്ടാണ് അതിലിടുന്നത്. അതിനുശേഷം വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നിലവിൽ ജൂണിൽ നോട്ടിഫിക്കേഷൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂലൈയിൽ എക്സാം ഉണ്ടാവും. സിയുടെ കാര്യം ആയതുകൊണ്ട് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ജൂലൈയിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നതെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും എക്സാം. അതിൽ കൂടുതൽ എന്തായാലും പോവില്ല. ഇനി എന്തായാലും പഠിച്ചു തുടങ്ങേണ്ട ദിവസങ്ങളാണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങുക.